നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന വർണ്ണ പകിട്ടാർന്ന പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അല്ലേ. എന്നാൽ കൂടുതൽ മുതൽ മുടക്കാനൊന്നും പലരുടെ കയ്യിലും ഉണ്ടാവില്ല, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചില ചെടികളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും. കുറച്ച് വിത്ത് എവിടെ നിന്നും വെറുതെയും കിട്ടാവുന്ന ചെടിയായാലും വെറുതെ കിട്ടാവുന്ന കുറേ ചെടികൾ നമ്മളെ സുഹൃത്തുക്കളെ വീട്ടിലോ ചിലപ്പോൾ റോഡരികിൽ നിന്ന് വരെ നമുക്ക് കിട്ടും. എനിക്ക് റോഡരികിൽ നിന്ന് കിട്ടിയ കുറച്ച് വിത്തുകളാണ് ഞാനിവിടെ കൊണ്ടുവന്ന് പാകിയിട്ട് ഈ 4 മണി പൂക്കൾ കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ, നിറച്ചും വിരിയും. ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ രാവിലെ 10 മണി വരെയൊക്കെ ഇവരെ കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല 4 മണിപ്പൂ എന്ന് പറഞ്ഞാലും 4 മണിക്കൊന്നും ഇത് വിരിയില്ല. ഒരു 5-5:30 നമ്മളെ നാടൻ ഒരു പർപ്പിൾ കളറുണ്ട്, നമ്മൾ ഓൾഡ് മോഡൽ, അത് നമുക്ക് 4 മണിക്ക് വിരിയും. പക്ഷേ ഇതങ്ങനെ 4 മണിക്ക് വിരിയില്ല, ഒരു 5-6 മണിയോട് കൂടിയൊക്കെയാണ് ഇത് വിരിയുക. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന പൂക്കളെന്ന് വെച്ചാൽ 2-3 കളർ അടുത്തടുത്ത് നട്ടതാണ്. ഇപ്പം ഒരു ചെടിയിൽ തന്നെ പല കളർ കണ്ട മഞ്ഞ, ഈ മജന്തയൊക്കെ ഒറ്റ ചെടിയിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ചിലപ്പോൾ കാണാം വെള്ള മജന്ത കലർന്നിട്ട് ഓറഞ്ചും മഞ്ഞയും കലർന്നിട്ടൊക്കെ എന്തൊക്കെയോ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളിലാട്ടോ. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം അത് കാണുമ്പോൾ. ഞാൻ ഇങ്ങനെ വന്ന് നോക്കൂട്ടോ, ഇന്ന് എന്തൊക്കെ പുതിയ തരം പൂക്കളാണ് ഇത് വിരിഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ കളർ കോമ്പിനേഷനൊക്കെയാണെന്നൊക്കെ വന്ന് നോക്കാൻ വലിയ താല്പര്യമാണ്. അധികം വൈകുന്നേരം നമ്മൾ സന്ധ്യയൊക്കെ ആകുമ്പോൾ ഇത് വിരിയുള്ളൂ. അത് കാരണം രാവിലെ പോയി നോക്കിയാലും നമുക്ക് കാണാം വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മണമാണ് കേട്ടോ. ഗേറ്റിൻ്റെ നമ്മൾ വരുന്നൊരു വഴിക്കോ സൈഡിലൊക്കെ നട്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കും. നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലും കൂടി ഇതിനുണ്ടാവും കേട്ടോ. ഭയങ്കര രസമാണ്. കാരണം ഒരിക്കലും നശിച്ചു പോകില്ല. മഴയും വെയിലൊക്കെ അതിജീവിക്കുന്ന ചെടിയും കൂടിയാണ്. ഏത് മഴയായാലും ഏത് വെയിലായാലും കുഴപ്പമില്ല. അതുപോലെയാണ് ഈ ടെറേനിയം തന്നെ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അതിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ മുളച്ച്. ഇത് ഞാൻ നട്ടതല്ല, ഇത് വേറൊരു ഡയാന്തസിൻ്റെ ചട്ടിയിൽ ഒരു തൈ ഉണ്ടായിരുന്നു. അത് ഉണങ്ങിയപ്പോൾ അതിൻ്റെ തൈ വീണിട്ട് മുളച്ചിട്ട് നിറച്ചും പൂക്കൾ വിരിഞ്ഞതാട്ടോ. അതും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷെ അധികം വെയിൽ വേണ്ട, നല്ല വെള്ളം വേണം. അത്യാവശ്യം നല്ല വെള്ളത്തിൽ വളരും. പക്ഷെ വെയിൽ കുറച്ച് മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം ഇതും അതേപോലെ നശിച്ചു പോകില്ല. ഒരൊറ്റ പ്രാവശ്യം നട്ടാൽ പിന്നെ വിത്തുകൾ വീണിട്ട് പല കളറും, അതും ഇങ്ങനെ തന്നെയാണ്. പല കളർ 1-2 കളർ നട്ടാലും പല കളറുണ്ടാവും. പിന്നെ ഉള്ളത് 10 മണി. 10 മണി നിങ്ങൾക്ക് അറിയാലോ, നന്നായിട്ട് വെയിലും കുറച്ച് വെള്ളവും മതി കേട്ടോ. പക്ഷെ അതും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. അതിലൊരു വെറൈറ്റിയാണത്. 3 കളറുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ഈ ചെടി ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന് കലർന്ന് വിരിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഡബിൾ കളറായിട്ടും തമ്മിൽ കലർന്നിട്ടൊക്കെ വിരിയുന്ന കളറുകളാണ് കേട്ടോ. മനോഹരവുമാണ്.